ഹലോ, ഞാൻ വിചാരിച്ചിരുന്നു ഞാനൊരു ഹെൽത്തി സ്നാക്ക് കാണിക്കാം. സ്നാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇടയ്ക്കൊക്കെ ഇരുന്ന് സിനിമ കാണുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. ഇതിൽ ഞാൻ സെസമി സീഡ്സ് ഇടും. ഇങ്ങനെ ഇട്ടിട്ടില്ല. ഞാൻ ആക്ച്വലി ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പംകിൻ സീഡ്സും സൺഫ്ലവർ സീഡ്സും ഈക്വൽ ആയിട്ടുള്ള എമൗണ്ടാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് ആക്ച്വലി ക്യാമറ വയ്ക്കാനുള്ള ആംഗിൾ അറിയത്തില്ല, അതാണ് ഞാൻ ഇങ്ങനെ പൊക്കിയൊക്കെ വെച്ചിരിക്കുന്നത്. ഐ ബിലീവ് യു ക്യാൻ സീ വാട്ട് ഐ എം ഗോണ മേക്ക്. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ഫ്ലാക്സ് സീഡ്സ് ഇടും, കരിഞ്ചീരകം ഇടും, ബ്ലാക്ക് സെസമി ഇടും. ഈ 3 സാധനം ഇച്ചിരി നമ്മുടെ ക്വാണ്ടിറ്റി എത്രയാണോ, നമുക്ക് ഏതാണോ ടേസ്റ്റ് കൂടുതൽ വേണ്ടത്, നമുക്ക് ഏതാണോ ടേസ്റ്റ് കുറവ് വേണ്ടത്, ഏതാണോ മുന്നിൽ നിൽക്കേണ്ടത്. എനിക്ക് ആക്ച്വലി ഇഷ്ടം ഈ സൺഫ്ലവറും പംകിനും മുന്നിൽ നിൽക്കുന്നതാണ്. ബാക്കിയുള്ള 3 സീഡ്സ് ഞാൻ കുറച്ചേ എടുത്തുള്ളൂ. എൻ്റെ ഒരു ഇഷ്ടത്തെയാണ് ഞാൻ ഇടുന്നത്. നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് മാറ്റാം. ഇതൊന്നും ഹാംഫുൾ ആയിട്ടുള്ള സീഡ്സ് ഒന്നുമല്ല. പക്ഷെ കുറേ കഴിക്കരുത്, ആവശ്യത്തിന് കഴിക്കുക. ഇടയ്ക്ക് സ്നാക്ക് ചെയ്യുന്ന ഈ ഉപ്പേരിയും ഈ ലേസും ഒക്കെ സ്നാക്ക് ചെയ്യുന്നതിന് പകരം ഇത് സ്നാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ഇറ്റ്സ് വെരി ഗുഡ് ഫോർ യുവർ സ്കിൻ ആൻഡ് യുവർ ഹെൽത്ത്. യുവർ മാഗ്നീഷ്യം ലെവൽ കൂട്ടും, യുവർ ഹെയർ ഗ്രോത്ത് കൂട്ടും, നിങ്ങൾക്ക് സ്കിന്നിന് ഗ്ലോ കിട്ടും, നിങ്ങളുടെ എന്താ പറയുന്നത്, നിങ്ങളുടെ പിമ്പിൾസ് വരാതിരിക്കും, നിങ്ങളുടെ ഭയങ്കര നല്ലതാണ്. ഇറ്റ്സ് ഗുഡ് ഫോർ ആൻറ്റി ഏജിങ്, ഇറ്റ്സ് ഗുഡ് ഫോർ എവറിഥിങ്. യു ക്യാൻ ജസ്റ്റ് ഹാവ് ദിസ് ഫോർ ലിറ്റിൽ ക്വാണ്ടിറ്റി. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ സ്നാക്ക് ചെയ്യുന്നത് അതുപോലെ സ്നാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണിത്. ഞാനിത് എങ്ങനെയാണ് സോർട്ട് ചെയ്ത്, എങ്ങനെയാണ് നമുക്കിതൊരു നല്ല രീതി, എനിക്കിഷ്ടമുള്ള രീതിയിൽ ഞാനത് കഴിക്കുന്നത്. ചിലവരിത് പച്ചയ്ക്ക് തന്നെ കഴിക്കും, ഇങ്ങനെ തന്നെ മേടിച്ച് ഇങ്ങനെ തന്നെ കഴിക്കുന്നവരുണ്ട്, സാലഡിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുന്നവരുണ്ട്. പക്ഷെ ഞാനിത് നെയ്യുടെ കൂടെ സോർട്ട് ചെയ്ത് ഇച്ചിരി ഉപ്പ് ഇട്ടാണ് കഴിക്കുന്നത്. എനിക്ക് എന്നാലേ കഴിക്കാൻ പറ്റത്തുള്ളൂ. എനിക്കല്ലാതെ കഴിക്കാൻ എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനത് ടേസ്റ്റ് കൂട്ടി ഞാനത് എങ്ങനെയാണോ കഴിക്കാൻ പറ്റുന്നത് ആ രീതി, എൻ്റെ ഒരു രീതിയിൽ ഞാൻ കഴിക്കും. നിങ്ങൾക്കത് ടേസ്റ്റ് ചെയ്ത് നിങ്ങൾക്കത് ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാം യു. സോ യു ക്യാൻ ജസ്റ്റ് ട്രൈ ഇറ്റ്. ഓക്കെ, ദെൻ ഐ വിൽ ഷോ യു ഹൗ ടു മേക്ക് ഇറ്റ്. ഓക്കെ, ഞാൻ ആക്ച്വലി ഇത്രയും കരിഞ്ചീരകം ഇടാം കേട്ടോ. ഞാൻ ഇതിലും കുറച്ച് ഇടുന്നത്, പക്ഷെ ഇച്ചിരി കൂടുതലുള്ളത് ഇത്രയും കരിഞ്ചീരകം ഇടാം. പിന്നെ ഫ്ലാക്സ് സീഡ്സ് ഇടാം. സെസമി ഇട്ടില്ലല്ലേ, ഫ്ലാക്സ് സീഡ്സ് ഇടാം. കുറേ നാൾ നിൽക്കും, എത്ര നാൾ ഉപയോഗിക്കണം അത്രയും നാൾ നിൽക്കും. ഞാൻ എത്രയും ഫ്ലാക്സ് സീഡ്സ് ഇടുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പംകിനും സെസമി സീഡ്സിൻ്റെയും ടേസ്റ്റാണ് മുന്നിൽ നിൽക്കേണ്ടത്. എന്താ താല്പര്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം കുറവ് ഇടുന്നത്. കണ്ടോ, ഇതേമേ എനിക്ക് സത്യമായിട്ടും ക്യാമറയുടെ ആംഗിൾ വെക്കാൻ അറിയത്തില്ല ഗൈസ്. ഇനി ഐ ബിലീവ് യു ക്യാൻ സീ വാട്ട് ഐ ആം മേക്കിംഗ്. ഓക്കെ, കരിഞ്ചീരകം കണ്ടോ, ഇതെൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ അമ്മ എനിക്ക് വെയിലത്ത് വെച്ച് ഉണക്കി തന്നു വിട്ട ഒരു കരിഞ്ചീരകമാണ്. ദാറ്റ് ഈസ് വെരി ഗുഡ്. നിങ്ങൾക്ക് പീരീഡ്സ് റെഗുലർ അല്ലെങ്കിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പീരീഡ്സ് ഇപ്പോൾ റെഗുലർ അല്ലെങ്കിൽ ഞാനിപ്പം ഇതോ ഡേറ്റ്സോ ഒക്കെ കഴിച്ച് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. ഒന്നാമത്തെ സാധനമാണ് കരിഞ്ചീരകം. കരിഞ്ചീരകമല്ല, സെസമി സീഡ്സ്, ബ്ലാക്ക് സെസമി സീഡ്സ്. അതെനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ പീരീഡ്സ് റെഗുലർ ആക്കാൻ സഹായിക്കുന്നൊരു സാധനമാണിത്. ഓക്കെ, ഇതിൻ്റെ ടേസ്റ്റും എനിക്കിഷ്ടമാണ്. ഇതൊക്കെ ഞാൻ പണ്ടൊക്കെ എള്ള്, ഞാൻ എൻ്റെ മലയാളം ഇങ്ങനെ തപ്പുമായിരുന്നു. എള്ളുണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എള്ളുണ്ട ഞാനങ്ങനെ കുറേ പണ്ടൊക്കെ ഇങ്ങനെ എന്നോട് പറയുമല്ലോ, ഈ ശർക്കരയ്ക്കകത്തൊക്കെ ഇട്ട് നമുക്ക് എള്ളുണ്ട കിട്ടത്തില്ലേ, കുറേ വാങ്ങിച്ച് കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എള്ളുണ്ട. വെള്ള എള്ളും ഇഷ്ടമാണ്, കറുത്ത എള്ളും ഇഷ്ടമാണ്. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സ്നാക്കായിരുന്നു എള്ളുണ്ടയൊക്കെ. പണ്ട് നമുക്ക് അറിയത്തില്ലല്ലോ അതിൻ്റെ ഗുണമൊന്നും. പക്ഷേ വീട്ടിൽ നിന്ന് മേടിച്ച് തരുമ്പോൾ അതൊക്കെ നമ്മൾ കഴിക്കും. എള്ളുണ്ട കഴിക്കും. പിന്നെ നമ്മളെന്താ കഴിക്കുക, കപ്പലണ്ടി മുട്ടായി, അതൊക്കെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. ഇപ്പോഴറിയുന്ന അതിൻ്റെയൊക്കെ ഗുണം. അത് കഴിച്ചതുകൊണ്ട് കൊള്ളാം. ഓക്കെ, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാട്ടാമേ. ഇതിൻ്റെ അത് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടു. എനിക്ക് അത്രയും നെയ്യ് മതി. 1 ടേബിൾ സ്പൂൺ ഇട്ടു. ഞാൻ അതിൽ കൂടുതലെടുത്തില്ല, അത് കൂടുതലിടണ്ട, എനിക്ക് കൂടുതലിടേണ്ട കാര്യമില്ല. നെയ്യൊക്കെ കുറച്ച് കഴിക്കുന്നതാണല്ലോ നല്ലതാണ്. പിന്നെ ഞാനിത് ചൂടാകുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ എല്ലാം അതിൻ്റെ അകത്തിടും. എന്നിട്ട് ഞാനിത് സോട്ട് ചെയ്യും. ഓക്കെ, സോട്ട് ചെയ്യുമ്പോൾ ഫുള്ളും നെയ്യ് ആവാനായിട്ട് നന്നായിട്ട് ഞാൻ സോട്ട് ചെയ്യും. അയ്യോ, ക്യാമറയിൽ കൂടെ നോക്കിയിട്ടേ സോട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ക്യാമറ നോക്കിയില്ലെങ്കിൽ ആക്ച്വലി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവും. ക്യാമറയല്ല, ഫോൺ. ഓക്കെ, എന്നിട്ട് ഞാൻ ഇച്ചിരി ഉപ്പിടും. ഒരു മിനിറ്റ് ഉപ്പെടുക്കട്ടെ. ഇത് ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ഞാൻ സോട്ട് ചെയ്യുവാണ്. ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. ഇച്ചിരി ഉപ്പ്, അതിനും കുറേ ഉപ്പ് ഇടണമെങ്കിൽ അത്രയും നല്ലത്. ചെറിയ തീയിലാണ് വെക്കേണ്ടത്. കുഞ്ഞി ഫ്ലെയിമിൽ വയ്ക്കുക.
എന്നിട്ട് ഇതിങ്ങനെ സോട്ട് ചെയ്ത് കൊടുക്കുക. ഇച്ചിരി നേരം സോട്ട് ചെയ്താൽ മതി. ഓക്കെ, കുഞ്ഞ് സീഡ്സാണ് ഇതെല്ലാം പൊട്ടിത്തെറിക്കുന്നത്. നമ്മുടെ വലിയ സീഡ്സ് ഒന്നും പൊട്ടിത്തെറിക്കാറായിട്ടില്ല. ഇപ്പോൾ തന്നെ ഞാൻ ഓഫ് ചെയ്യും. ഇച്ചിരി നേരം സോട്ട് ചെയ്താൽ മതി, ഒത്തിരി നേരം സോട്ട് ചെയ്യേണ്ട. ഓക്കെ, ഞാൻ ഫുള്ളായിട്ട് കാട്ടാം. ഞാനിത് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിത് ചൂട് പോയി കഴിയുമ്പം വേറൊരു എന്താ പറയുന്നത്, വേറൊരു പാത്രത്തിലോട്ടാക്കും. വേറൊരു എന്തെങ്കിലും ഒരു കുപ്പി പാത്രത്തിലോട്ട് ഞാനിതാക്കും. അത് ഫുൾ ചൂടും പോയിട്ടേ ആക്കത്തുള്ളൂ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് സ്നാക്ക് ചെയ്യും. പിന്നെ ചിലവർക്കിത് ഇപ്പം ഇങ്ങനെ സോട്ട് ചെയ്ത് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവും. എന്ന് വെച്ചാൽ നെയ്യൊക്കെ കഴിക്കാൻ, ഉപ്പൊക്കെ കഴിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഇത് ആക്ച്വലി ഇത് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റും. ഈ എല്ലാ സീഡ്സും പച്ചയ്ക്ക് കഴിക്കാം. ഐ തിങ്ക് എവറിബഡി നോസ് ദാറ്റ്. ഇതൊരു സാലഡിൻ്റെ കൂടെയോ എന്ന് പറയുമ്പം എന്തെങ്കിലുമൊക്കെ പച്ചക്കറി അരിഞ്ഞിടുവോ, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുമോ, ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്യുമോ, കെയിൽ അരിഞ്ഞിടുവോ, എന്തെങ്കിലും ഒരു ഇതിൽ ഇതെല്ലാം കൂടി ചെയ്തിട്ട് ഈ സീഡ്സ് എല്ലാം കൂടി ഇട്ട് അതിൻ്റെ കൂടെ ഡേറ്റ്സും ഇട്ട് നമുക്ക് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഇത് കഴിക്കാം. പക്ഷേ എനിക്കിത് കഴിക്കുന്നതിൽ കുറച്ച് പാടാണ് പച്ചയ്ക്ക് കഴിക്കാൻ. സോ ഞാനത് സോട്ട് ചെയ്യും. സോട്ട് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഒരു നോർമൽ ഇച്ചിരി ഞാൻ ഡെയിലി കഴിക്കും. ആൻഡ് ഇറ്റ്സ് വെരി ഗുഡ് ഫോർ മൈ ഹെയർ, ഇറ്റ്സ് വെരി ഗുഡ് ഫോർ മൈ സ്കിൻ. അതെനിക്ക് ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ എനിക്ക് കാണാൻ പറ്റുന്നത് കൊണ്ടാണ് ഐ തോട്ട് ഓഫ് ടെലിങ് യു പീപ്പിൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത്. സോ എവറിബഡി പ്ലീസ് ട്രൈ ആൻഡ് ലെറ്റ് മീ നോ.